സ്വന്തം പെൺമക്കളെ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടി വരുന്ന കേരളത്തിൽ സ്വന്തം മകൻ ലഹരിക്കടിമയായി അപകടകാരിയാമെന്ന് തോന്നിച്ചപ്പോൾ അവന് നിയമത്തിന് വിട്ടുകൊടുത്ത അമ്മമാരും കൂടി വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അല്ലേ പൗർണമി? തീർച്ചയായും. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടൊരു വാർത്തയാണ്. അമ്മ തന്നെ പോലീസിൽ അറിയിച്ചു മകൻ ലഹരിക്കടിമയാണ്, അവൻ ആക്രമണകാരിയാകുന്നു, അവനെ അറസ്റ്റ് ചെയ്യും, വധശ്രമവും ഭീഷണിയും അവരുടെ അമ്മയ്ക്കും അവൻ്റെ അമ്മയ്ക്കെതിരെയും അവൻ്റെ ഈ അമ്മയുടെ അമ്മയ്ക്കെതിരെയും അവരെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നു പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ. അങ്ങനെ വളരെ നന്മ നിറഞ്ഞ അമ്മമാർ ഇന്നും ഈ ലോകത്തുണ്ട്. അമ്മ എന്ന ആ ഒരു വാക്കിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലേ? നമ്മൾ ഈ അടുത്തിടെ കണ്ടൊരു വാർത്തയുണ്ട്, ഒരു 5 കൊലപാതകങ്ങൾ നടത്തി. അപ്പോഴും ആ ഒരു അമ്മ തന്റെ മകനെ കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് അമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ഒരു അമ്മയുടെ മനസ്സാണ്. അത് ശരിക്കും അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെയും അങ്ങനെ തന്നെ ആ അമ്മയുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടാണ് അവർ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതും ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈവൻ സ്വന്തം മകനെ പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ എത്രത്തോളം മാനസിക വിഷമത്തോടെ കടന്നു പോയിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം. ഇതിനു മുൻപും ഈ പറയുന്ന വ്യക്തിയെ, ഈ അമ്മയുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു 9 മാസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന പോലെ അമ്മമാരാകുമ്പം തീർച്ചയായും മക്കളോട് സ്നേഹം ഉണ്ടാവും. അത് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഏതൊരു നല്ല അമ്മയും തൻ്റെ മകനോ മകളോ ഒരു തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ ശ്രമിക്കും. അത് നമുക്കറിയാം, ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു ഏജിൽ സ്വാഭാവികമായിട്ടും തെറ്റുകൾ തിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഉപദേശിക്കുമ്പോൾ നമുക്ക് മുതിർന്നവരോട്, അതിപ്പോൾ അമ്മയായാലും ആരായാലും അവരോട് പൊതുവെ ദേഷ്യം തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു ദേഷ്യവും വൈരാഗ്യവും തിരിച്ചും അമ്മയോട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ അമ്മ തന്നെ പറയുന്നുണ്ട് തന്നോടാണ് ആ മകന് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നും. പക്ഷെ അപ്പോഴും ഈ അമ്മ മകൻ്റെ ഈ ഒരു ലഹരി ഉപയോഗവും എല്ലാം ഒരു തടയിടാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. ഇതുപോലെ വീട്ടിൽ ഇതിനു മുമ്പ് ഒരു അക്രമ സംഭവം ചെറിയ രീതിയിൽ ഉണ്ടായി. അതായത് ബന്ധുവിൻ്റെ തന്നെ സഹോദരിയുടെ തന്നെ മകളെ പോക്സോ കേസാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ആ പോക്സോ കേസ് എന്ന് പറയുന്ന അത് ആ ഒരു പീഡന കേസല്ല, ഒന്ന് ബൈറ്റ് ചെയ്തു, മകളുടെ ആ കുഞ്ഞിന്റെ കയ്യിലോ മറ്റോ ബൈറ്റ് ചെയ്തു. അപ്പോൾ അമ്മ തന്നെയാണ് അന്നും, അതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അന്നും അമ്മ തന്നെയാണ് മകനെ പോലീസിൽ ഏൽപ്പിച്ചത്. അതിനെ തുടർന്ന് ഒരു 9 മാസക്കാലത്തോളം ജയിലിൽ കഴിയുന്നു. അപ്പോൾ അറിയാം, ഈ ജയിലിലേക്ക് ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്ന പോലല്ല. നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുകയാണ് എന്ന് പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനുഷ്യരാണല്ലോ, അവർക്കും ഈ പറയുന്ന വികാരങ്ങളും വിചാരങ്ങളും ഈ നമ്മുടെ സമൂഹത്തിനോടുള്ളൊരു കടപ്പാടും ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും വീടുകളിലേക്ക് വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയെ വിളിച്ച് കരഞ്ഞു പറയുമ്പോൾ, ഏതൊരു മക്കളും അമ്മമാരോട് സങ്കടത്തോടെ സംസാരിക്കുമ്പോൾ അമ്മമാരുടെ മനസ്സലിയും, അതൊക്കെ നോർമലാണ്. അത്തരത്തിൽ ഈ അമ്മയുടെ മനസ്സ് മലിഞ്ഞു. 9 മാസത്തോളം ജയിലിൽ കിടന്ന മകൻ ഇനി തിരിച്ചിറങ്ങിയാൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ഇനി ലഹരിയുടെ പിന്നാലെ പോവില്ല എന്ന് ഈ അമ്മ തെറ്റിദ്ധരിച്ചു. അതിന് ഫലമായിട്ട് അമ്മ അച്ഛനെ കൊണ്ടുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കുറേ കാശ് മുടക്കി ഈ മകനെ ജയിലിൽ നിന്ന് ഇറക്കി. കഴിഞ്ഞ ഡിസംബർ 27 മറ്റോ ആണ് ജയിലിൽ നിന്ന് ഇറക്കിയത്. അതിനുശേഷം കുറേ കാലം എറണാകുളത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ ജനുവരി മാസം മറ്റോ ആണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം ജനുവരി 15 ആ ഒരു സമയമൊക്കെ അമ്മ എടുത്തു പറയുന്നുണ്ട്, സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ഏപ്രിൽ ജയിലിൽ നിന്ന് റിലീസായി. അതിനുശേഷം ഡിസംബർ വരെ എറണാകുളത്തോ മറ്റൊക്കെ ആയിരുന്നു. ഡിസംബർ 27 വീട്ടിൽ വന്നു. അതിനുശേഷം ഒരു ജനുവരി 10 ശേഷം 15 കൂടിയൊക്കെയാണ് സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറേ അധികം ചർച്ചകളിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പോൾ ഈ പറയുന്ന ആള് 9 മാസത്തോളം ലഹരി ഉപയോഗിച്ചോ ഇല്ലേ, ഇപ്പം ജയിലുകളിലും വ്യാപകമാണെന്ന് പറയുന്നു. ആ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് അത് വേണമെന്ന് തോന്നി കുറേ കാലം കിട്ടുന്നിടത്ത് പോയി നിന്നു, തിരികെ വീട്ടിൽ വന്നു. ഒരുപക്ഷെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു കാണും, അല്ലെങ്കിൽ കൂടുതൽ പൈസ വേണമെന്ന് തോന്നിക്കാണും. വീട്ടുകാരോട് ചോദിച്ചു, അമ്മയ്ക്ക് സംശയം തോന്നി, അമ്മ തടഞ്ഞു, ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും വില്ലിങ് ആയിരുന്നില്ല. കൊലപാതകം അല്ലെങ്കിൽ വധശ്രമം, ആ വധഭീഷണി പലതവണ മുഴക്കി, സ്വന്തമായിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഇനി താൻ മിണ്ടാതെ വായടച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു, കാരണം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുമ്പോഴും കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് അമ്മമാർക്കിടയിലും ഇങ്ങനെ ഒരു അമ്മ നെഞ്ചിൽ വിഷം അത്രയും കടിച്ചമർത്തിക്കൊണ്ടാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഇനി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന തിരിച്ചറിവ് വന്നപ്പോൾ അവർ സ്വന്തം മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്നപ്പോഴും ഈ മകൻ വധഭീഷണി, അതായത് ബ്ലേഡ് വെച്ച് കഴുത്തിൽ വധഭീഷണി മുഴക്കിയിരുന്നു. കുറച്ചധികം പരിശ്രമിച്ച ശേഷമാണ് കീഴടക്കിയതും അറസ്റ്റ് ചെയ്തതും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും, ഈ അമ്മയെ മാതൃകയാക്കാം എന്ന് പറയുമ്പോഴും ആ അമ്മയുടെ മനസ്സ് എന്തായിരിക്കും അല്ലേ ശാരിക? അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു നല്ല വാർത്തയാണ്. കാരണം നമ്മുടെ ഈ ഞെട്ടിക്കുന്ന വാർത്തകൾക്കിടയിൽ
സ്വന്തം അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മകനെ ഇപ്പോഴും അവർ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമ്മളെല്ലാവരും പറയും അവരുടെ അമ്മയല്ലേ, അമ്മയുടെ മനസ്സല്ലേ. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും യഥാർത്ഥ അമ്മയാവേണ്ടത് നമ്മൾ ഈ പറയുന്നതല്ലേ, യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലാണെന്ന് പറയുന്ന പോലെ യഥാർത്ഥ നിയമം അല്ലെങ്കിൽ യഥാർത്ഥ നന്മയെന്ന് പറയുന്നത് അവനെ നന്മ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്വന്തം അമ്മ തന്നെയാണ്. കാരണം അവന് ജനനം കൊടുക്കുന്ന ആൾ, അവനോ അവൾക്കോ ജനനം കൊടുക്കുന്ന ആ ആൾക്ക് തന്നെയാണ് ഈ പറയുന്ന ശിക്ഷിക്കാനുമുള്ള ആദ്യ അവകാശം. ആ ശിക്ഷ ചിലപ്പോൾ കൈകൊണ്ടായിരിക്കില്ല, പ്രവൃത്തി കൊണ്ടാവാം. അതാണ് അവർ ഏറ്റെടുത്ത് ഈ അമ്മ. അവരതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇനി എൻ്റെ മനസ്സ് കല്ലാക്കി വയ്ക്കും. അതിനകത്ത് ഈ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മനസ്സ് എങ്ങനെ ഇനി അവനെ ഒരിക്കൽ രക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇനി ഞാൻ എൻ്റെ മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവനെ ഒരു കാലത്തും ഞാൻ ജയിലിൽ നിന്ന് ഇറക്കത്തില്ല. കാരണം ആദ്യം ഈ പോക്സോ കേസിൽ ഇവൻ അകത്ത് പോകുമ്പോൾ 9 മാസത്തിന് ശേഷം ഇറക്കുന്നത് ഇവൻ്റെ കരച്ചിലും ഇവൻ്റെ ബഹളമൊക്കെ കേട്ട് അമ്മ എന്ന നിലയിൽ മനസ്സലിഞ്ഞു പോയതാണ്. അതിൽ അവരിന്ന് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് തനിക്ക് പറ്റിയ ഒരു അബദ്ധം. കാരണം ഒരുപക്ഷെ അവൻ ആ കാലാവധി തീരുന്നവരവിടെ കിടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം അവനുണ്ടാകുമായിരുന്നു, അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആ പ്രതീക്ഷയില്ല. പൂർണ്ണമായും ആ പ്രതീക്ഷ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവരായിട്ടോ അവരുടെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോ അമ്മയായിട്ട് ചേർന്ന് അവിടെ നിന്ന് ഇറക്കില്ല. എന്ന് അവൻ അവിടെ നിന്ന് കാലാവധി ഏത് പരുവത്തിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ നോക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അവർ പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് അവൻ മയക്കുമരുന്ന് അടിമയാണ്. അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 16 17 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇവനെ മയക്കുമരുന്ന്, അത് വളരെ വൈകിയാണ് പക്ഷേ ഇവരറിയുന്നത്. ഇവൻ്റെ ഇവൻ നാട്ടിലും അല്ലെങ്കിൽ അവന് തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ടൊന്നും ഇവന് കൂട്ടുകെട്ടില്ല. ഇവൻ എപ്പോഴും ഇവൻ്റെ പ്രായത്തിൽ കൂടുതലുള്ള, അതായത് നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാരുമായിട്ട് ആയിരുന്നു അവന് എപ്പോഴും കൂട്ട്. സ്വന്തം നാട്ടിലെ ഒരു പറമ്പിൽ കളിക്കാൻ വിട്ടാലും അവൻ അപ്പം തന്നെ അവിടുന്ന് എവിടെയെങ്കിലും പൊയ്ക്കളയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറുതിലേ തൊട്ട് ഇവനെ ആരോ ഓരോ കുട്ടികൾക്ക് ഓരോ സ്വഭാവമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. കാരണം ഈ പറയപ്പെടുന്ന നമ്മൾ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കൂടുള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് മടുക്കും. കാരണം നമ്മുടെ റേഞ്ച് എല്ലാവരും തോന്നി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെ കിട്ടിക്കഴിയുമ്പോഴോ നമ്മൾ അങ്ങോട്ട് മാറും. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഇവൻ ആ ഒരു തുടക്കം തൊട്ട് തന്നെ അവൻ്റെ ആ ഒരു അഡോളസെന്റ് ഏജിൽ തന്നെ ഇവൻ ആ വലിയവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, പക്ഷെ ആ കൂട്ടുകെട്ട് വളരെ മോശം കൂട്ടുകെട്ടിലാണ്. കാരണം ഇവൻ്റെ കൂട്ടുകാരിൽ പലരും ഈ മയക്കുമരുന്ന് അഡിക്റ്റ് ആയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും അവർ പലരും ജയിലിലാണെന്നും പലരും വലിയ ക്രിമിനൽസ് ആണെന്നും ഈ അമ്മ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവന് ഒരു കുട്ടിയും ഒരു ഭാര്യയും ഉണ്ട്, 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ച് തിരിച്ച് അതുവരെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നറിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അവർ ഡൈവോഴ്സിന് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്തിനാണ് വിവാഹം കഴിയുന്നത്? അതൊക്കെ ആ ഭാഗത്ത്, ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഇവൻ പ്രേമിച്ച് കിട്ടിയതെന്നൊന്നും അവരതിനകത്ത് പറയുന്നില്ല. പക്ഷേ എന്തായാലും അവൻ ആ സമയത്തൊക്കെ മയക്കുമരുന്നിന് അഡിക്റ്റ് തന്നെയാണ്. അമ്മ പറയുന്നുണ്ട്, മയക്കുമരുന്ന് ഇല്ലെങ്കിൽ ഈ ലോകത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ അമ്മ തന്നെയാണ്. പക്ഷെ മയക്കുമരുന്ന് അടിച്ചു കഴിയുമ്പോൾ അവൻ ഈ ലോകത്ത് ഏറ്റവും വലിയ ശത്രുവും അവൻ്റെ അമ്മ തന്നെയാണ്. കാരണം അവൻ ചെയ്യുന്ന തെറ്റുകളെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പല കാര്യങ്ങൾ അവർ എതിർക്കുന്നു. പൈസ കൊടുക്കുമ്പോൾ കൊടുക്കത്തില്ലെന്ന്, പൈസ ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ലെന്ന് പറയുന്നു. അങ്ങനെ പലതും അവർ എതിർക്കുന്നതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും അധികം വെറുപ്പ് ഇവരോട്. പലവട്ടം അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വൈകി. അപ്പോൾ പലവട്ടം പോലീസിൽ കേസ് കൊടുക്കാനായിട്ട് പോയപ്പോഴും അവൻ ഭീഷണിപ്പെടുത്തി, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, നിങ്ങളിതിന് അനുഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളാണ് ഇതിന് കാരണക്കാരിയെന്ന് ഞാൻ എഴുതി വെച്ചിട്ട് ആത്മഹത്യ എന്നുള്ള മകൻ്റെ ഭീഷണിയുടെ പുറത്താണ്. ഒരു പക്ഷേ ഒരു 3-4 വർഷം ഒരു കേസ് ചിലപ്പോൾ കൊടുത്തിനെ. പക്ഷെ കൊടുക്കാത്തതിൻ്റെ കാരണം അവൻ്റെ ഈ ആത്മഹത്യ ഭീഷണി. പക്ഷേ അവസാനം അവരെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ, സ്വന്തം അമ്മയെ കൊല്ലുമെന്നുള്ള അവരുടെ വേദനാതരമായിട്ടുള്ള തിരിച്ചറിവിലാണ് അവനെതിരെ പോലീസിൽ പരാതി കൊടുക്കാനും പോലീസിൽ ഏൽപ്പിക്കാനും തീരുമാനിച്ചത്. ഇനി നിയമത്തിൻ്റെ വഴി വിട്ടുകൊടുക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം എല്ലാ അമ്മമാരും ഈ മയക്കുമരുന്നിന് ലഹരിക്ക് അടിമപ്പെട്ട മക്കളുള്ള എല്ലാ അമ്മമാരും, അല്ലെങ്കിൽ ഇതുപോലെ നരാധമന്മാരായിട്ടുള്ള മക്കളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുമല്ലോ. ഏറ്റവും നല്ല സുഹൃത്ത്, ഒരു മക്കളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, അവൻ്റെ എല്ലാ ചലനങ്ങളും അറിയാവുന്ന അവൻ്റെ അമ്മയാണെന്ന് പറയുന്നത് അന്വർത്ഥമാക്കാണ് ഈ അമ്മ എന്ന് പറയുന്നത്, അല്ലേ പൗർണമി? തീർച്ചയായും. അത് മാത്രമല്ല അവർ പറയുന്ന ഒരു പ്രസക്ത ഭാഗമുണ്ട്. മറ്റൊന്നുമല്ല, തൻ്റെ വീട്ടിലൊരു മകൻ അല്ലെങ്കിൽ മകൾ അവർ എന്തെങ്കിലും രീതിയിലുള്ള മോശം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അറിയുന്നത് ആ വീട്ടിലെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരായിരിക്കും. നാട്ടിലുള്ളവരറിയും, കൂട്ടുകാരറിയും, അതുപോലെ നമ്മുടെ സമീപവാസികളും ബന്ധുക്കളും ഒക്കെ അറിയും. ആ ഒരു നല്ല സ്വഭാവങ്ങൾ അത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവില്ലെങ്കിലും ഈ ചീത്തയായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്പ്രെഡ് ആവുന്നതിന് വലിയ പരിമിതിയൊന്നുമില്ല. അതങ്ങ് പൊയ്ക്കോളും, അല്ലേ? നമ്മൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. അതെങ്ങനെയും ഒക്കെ അറിയേണ്ടിടത്തും അറിയേണ്ടാത്ത സ്ഥലങ്ങളിലും എല്ലാം അങ്ങ് ചെല്ലും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് തന്നെ അമ്മ തന്നെ പറയാണ്, ഇപ്പോൾ ഒരു വീട്ടിലൊരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മകൻ എന്തെങ്കിലും ഒരു ചീത്തയായ മോശമായ സ്വഭാവം ഉണ്ടെങ്കിൽ നാട്ടിലുള്ളവരെല്ലാവരും അറിഞ്ഞതിന് ശേഷമായിരിക്കും, ഈവൻ വീട്ടുകാർ അറിഞ്ഞെങ്കിൽ പോലും ഒരുപക്ഷെ അമ്മയോട് പറഞ്ഞെന്ന് വരില്ല. കാരണം അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. പക്ഷെ ഇവിടെ താൻ തികച്ചും വ്യത്യസ്തമാവുന്നത് തൻ്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ന് അവർ പറയുന്നത് ശരിയാണ്. കാരണം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴും അവർക്ക് പരിമിതികളുണ്ട്. സ്വന്തം മകനെ പറ്റിയാണ് പറയുന്നത്. ഒരു അമ്മയും ഇഷ്ടപ്പെടില്ല സ്വന്തം മകൻ ഇങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണ് എന്ന് പറയും. പക്ഷേ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇവരെ പോലുള്ള, അല്ലെങ്കിൽ ഈ ഒരു അമ്മയെ പോലുള്ള അമ്മമാരാണ് മുന്നോട്ട് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉപയോഗങ്ങളും തുടച്ചു നീക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യം ഉണ്ടാവുള്ളൂ. കാരണം
അതേ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു അഴിഞ്ഞാട്ടം, വിളയാട്ടം, എന്ത് വേണേലും വിളിക്കാം. കാരണം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തുടങ്ങി ഇത്രയും വർഷങ്ങൾ മുൻപ് ഉപയോഗിച്ചവർ വരെയാണ് ഇപ്പോൾ മുന്നിൽ വന്ന് ഞങ്ങൾ ഈ പ്രായം തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് കാലത്ത് തുടങ്ങിയതാണ് ഇത്രയും ഒരു സ്പ്രെഡിങ് മയക്കുമരുന്നിൻ്റെയൊക്കെ. അപ്പോൾ അതിനെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ നല്ല രീതിയിൽ പണിപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. അത് നമ്മുടെ നിയമത്തിനോ ഭരണകൂടത്തിനോ നിയമപാലകർക്കോ മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ പെൺകുട്ടികളായിക്കോട്ടെ, മുൻപൊക്കെ ആൺകുട്ടികളെ മാത്രം പറയായിരുന്നു, പക്ഷെ ഇന്ന് അത് പറ്റില്ല. ആൺകുട്ടികളെക്കാൾ പ്രശ്നക്കാര് ചിലപ്പോൾ ഇപ്പോൾ പെൺകുട്ടികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ ടൈം പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് നിർത്താതെ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവർ ഏത് സമയത്ത് പോയിട്ട് ഇപ്പം പുറത്തു പോകുന്നതോ സമയം ബാരിയർ വെക്കുന്നതോ ഒക്കെ പ്രശ്നമാണ്. പക്ഷേ അതൊക്കെ എന്തോ ആവട്ടെ, പക്ഷെ പോകുന്നത് എവിടേക്കാണ്, ആരുടെ കൂടെയാണ്, പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ, അവരെന്തെങ്കിലും അബദ്ധങ്ങളിലാണോ പോയി ചാടുന്നത്, ഇതൊക്കെ അന്വേഷിക്കാനും അത് അറിയാനുമുള്ള അവകാശവും അധികാരവും ഇന്നും പേരൻസിനുണ്ട്. അപ്പോൾ അത് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ, അതായത് അവർ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരെ തീർത്തും കുടുംബത്തിൽ നിന്ന് പുറത്താക്കുവോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ മാത്രമല്ല, അവരെ ഒന്ന് ചേർത്ത് നിർത്തി ഇത്രയും നാൾ പറ്റിയത് പറ്റി. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആർക്കും ഒന്നും എന്താ പറയുക തിരിച്ചു പോയിട്ട് അത് തിരുത്താൻ പറ്റില്ല. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 100% പറ്റും. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ അങ്ങനെ വിട്ടിട്ട് അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ സംഭവിക്കുന്ന നാടിന് സമൂഹത്തിന് സംഭവിക്കുന്ന കുറ്റങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ പറ്റുന്നവരെ ചിലപ്പോൾ ഒരാളെ തിരുത്താൻ പറ്റുള്ളായിരിക്കും, പക്ഷെ അത് മതി. ആ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 4 പേരെ തിരുത്താൻ ഉള്ള കഴിവുള്ള ആളായിരിക്കും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചിറങ്ങി ഈ അമ്മയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ അമ്മമാരെ പോലെ ഈ അമ്മയെ പോലെ മക്കളെ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് പ്രോത്സാഹനം കൊടുക്കാതെ തീർച്ചയായും ഈ അമ്മയെ ഒരു മാതൃകയാക്കിക്കൊണ്ട് എല്ലാ അമ്മമാരും മക്കൾ ചെയ്യുന്ന തെറ്റിനെ തിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്.